ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. ഇത് റീജിയണൽ സയൻസ് സെൻറ്റർ ഓഫ് കാലിക്കറ്റാണ്. അതൊരു വണ്ടർലാൻഡ് തന്നെയാണ്. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇവിടെ ആകർഷകമായി തോന്നും. കാരണം വിശാലമായ സ്ഥലത്ത് ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ലോകം തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. ചിലപ്പോൾ വീഡിയോയിലൂടെ ഇത് മനസ്സിലാവില്ല. വ്യത്യസ്തമായ ജീവജാലങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ശബ്ദങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടാണ്. ഞങ്ങൾ എത്തിയത് ജൂലൈ മാസത്ത് നല്ല മഴയുള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളക്കെട്ടുമൊക്കെ ഉണ്ടായിരുന്നു. മഴക്കാലം അല്ലാത്ത സമയത്ത് വരുന്നതാണ് ഉചിതമെന്ന് ഇവിടെ വന്നപ്പോൾ തോന്നി. എന്നിരുന്നാലും നഷ്ടമില്ല. കാരണം അത്രയും വിപുലമായ ശാസ്ത്ര സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഈ മുറ്റം എന്ന് പറയുന്നത് നമ്മളെ ഒരു ശാസ്ത്ര തത്വങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് ഉപകരിക്കുന്ന ഒന്നാണ്. ഇവിടെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തതാണെങ്കിലും ഇവിടെ ശാസ്ത്ര പഠന ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ആകർഷകമായി തോന്നുന്ന ഒരിടമാണ്. ഇത് ഐസക് ന്യൂട്ടൻ്റെയാണ്. നമ്മൾ സ്വീകരിക്കുന്നതെന്ന് ഐസക് ന്യൂട്ടനാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ശാസ്ത്രമായ ഉത്ബോധനം നൽകുന്ന ഒരു പ്രതിമയാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ നിരവധി സംവിധാനങ്ങളുണ്ട്. ഒരുപാടുണ്ട്, എണ്ണം പറയാൻ കഴിയില്ല. ഇവിടെയുള്ള ഓരോ ഉപകരണങ്ങളും കളിപ്പാട്ടങ്ങളല്ല, മറിച്ച് ഇതൊക്കെ ഒരു ശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യത്യസ്തമായ ഉപകരണങ്ങളാണ്. ഇവിടെ കാണുന്ന ഒരു ഉപകരണം പരിചയപ്പെടാം. ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ചെറിയ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. കൂടാതെ ഇവിടെ കാണുന്നത് ഈ ഒരു ഉപകരണം തന്നെ നമുക്ക് ഒരു ശാസ്ത്ര തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഒരേ ഭാരമുള്ള 2 ഡിസ്കുകൾ, അതേപോലെ ഒരേ ഭാരമുള്ള വ്യത്യസ്തമായ ചെമ്പ് ഗോളങ്ങൾ ഇത് സംവിധാനപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഈ ചെമ്പ് ഗോളങ്ങളുടെ സ്ഥാനം മാത്രം വ്യത്യാസമുണ്ട്. ഒരു ഡിസ്കിൽ അരികിലാണെങ്കിൽ മറ്റൊരു ഡിസ്കിൽ മധ്യത്തിലായി ഇതിനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ കറക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരേ തൂക്കമാണെങ്കിലും ഒരേ ഭാരമാണെങ്കിലും പക്ഷേ ഇതിൻ്റെ സ്ഥാനം വ്യത്യാസപ്പെട്ടപ്പോൾ അതിൻ്റെ വേഗതയും വ്യത്യാസപ്പെടുന്നു എന്ന് കാണിക്കുന്ന ഒരു ഉപകരണമാണ്. ഇങ്ങനെ നിരവധി ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. പിന്നെ ഒന്ന് മാത്രമല്ല, മഴ കാരണം പലതും ഞങ്ങൾക്ക് അടുത്ത് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് മഴക്കാലത്ത് വന്നാൽ ഈ ഉപകരണങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയില്ല. എങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു ലോകം നമുക്ക് കാത്തിരിപ്പുണ്ട്. അത് തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുന്നതായിരിക്കും. അങ്ങനെ ഇത് ഒരു മറ്റൊന്നാണ്, എതിർദിശയിലേക്ക് ചലിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുറ്റത്ത് ഒരുപാട് ഉപകരണങ്ങളുണ്ട്. വ്യത്യസ്തമായ പല ഉപകരണങ്ങളുണ്ട്. എല്ലാം കൂടി കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കണ്ടില്ല വെള്ളക്കെട്ടുകളും മറ്റൊക്കെ. അതുകൊണ്ട് തന്നെ അടുത്തേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. പരിണാമസിന്ധത്തെക്കുറിച്ചുള്ള പ്രതിമകളാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചർക്കയിൽ നൂല് നെയ്യുന്ന ഗാന്ധിജിയെ കാണാം. ഈ പറഞ്ഞു വന്ന ഈ ഒരു സെൻറ്റർ സ്ഥാപിക്കപ്പെടുന്നത് 1997 ജനുവരി 30-നാണ്. നമ്മുടെ രാഷ്ട്രപതിയുടെ രക്തസാക്ഷി ദിനം. അതുകൊണ്ടായിരിക്കാം ഈ പ്രതിമ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. EK നായനാരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതൊന്നുമല്ല, ഇതിൻ്റെ ലോകത്തേക്ക് നമ്മൾ കടക്കാൻ പോകുന്നേ ഉള്ളൂ. ആ ശാസ്ത്ര ലോകത്തേക്ക് അടുത്ത എപ്പിസോഡുകൾ നമുക്ക് കടന്നു ചെല്ലാം. താങ്ക് യു ഫോർ വാച്ചിങ്.